ഇന്നത്തെ സ്പെഷ്യൽ കപ്പയാണ്. കപ്പ നമ്മൾ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇറച്ചിയിൽ ചേർത്ത് കഴിക്കാറുണ്ട്, മീൻ ചേർത്തിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കപ്പ ഒന്ന് കണ്ടു നോക്കൂ. ആ രീതിയിലല്ല, നമ്മൾ ഇറച്ചി മീനൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അതിൽ കൂടുതൽ വെള്ളം ചേർത്ത്, അതായത് വലിയൊരു പാത്രത്തിൽ നമ്മൾ കപ്പ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ടാണ് ഇതിനെ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ വെള്ളം ചേർത്ത് വേവിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കുക്കറിൽ അടിക്കുന്നില്ല. അപ്പോൾ ഇത് വെന്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ചേർത്താൽ വേവ് ഒന്നുകൂടി കൂടും, കുറേ സമയമെടുക്കും. അപ്പോൾ ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് പാകം നമുക്ക് ഊറ്റിയെടുക്കാവുന്ന പാകത്തിലായിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, ഒരു സ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച്, വേപ്പില, ഒരു തണ്ട് വേപ്പില, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു 6 പച്ചമുളക്, അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ ചുവന്നുള്ളി, നീളത്തിൽ അരിഞ്ഞ ചുവന്നുള്ളി അതും ചേർത്ത്, അപ്പോൾ അതിന് വേണ്ട ഉപ്പ് മാത്രം ഒരു 2 പിഞ്ച് ഉപ്പ് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഈ കപ്പ നമ്മൾ വെള്ളം ഊറ്റിയിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം അതിൽ നിന്ന് മാക്സിമം ഊറ്റി കളഞ്ഞിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. പിന്നെ കുറച്ച് തേങ്ങ, ഒരു ബൗളോളം തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ കാപ്പിക്ക്, കട്ടൻ കാപ്പിയും കപ്പയും റെഡി.